ഹലോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് ചക്ക. അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് അളവിൽ ഇങ്ങനെ മുറിക്കാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ദൗത്യം നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ നല്ല വെടുപ്പായിട്ട് കറക്റ്റ് അളവിൽ അത് മുറിച്ച് തന്നിട്ടുണ്ട്. കാരണം ചക്കയൊക്കെ മുറിക്കണമെങ്കിൽ ഒരു ഇത് വേണം, അല്ലെങ്കിൽ പിന്നെ നമ്മളത് മുറിച്ചെടുക്കുമ്പോൾ ആകെ ഒരു മെനകേടായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചോളകളൊക്കെ പറക്കി മുറത്തിലിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെൻ്റെ ചേട്ടൻ്റെ മോളാണ് തൊട്ടടുത്തിരിക്കുന്നത്. ആളിന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ഇന്നലെ ഒരു ഫുഡ് പോയിസൺ അടിച്ചിട്ടിരിക്കുന്നതാണ്. ആളെന്തോ ഇങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. കഴിച്ച് എപ്പോഴും ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെയാണ്. ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ക്ലാസ്സിൽ വിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചക്ക നന്നാക്കലും വർത്താനും അങ്ങനെയൊക്കെ കഴിയും. അപ്പോൾ കൂട്ടത്തിൽ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അപ്പുറം നിന്ന് ചക്ക നന്നാക്കണ്ട, അമ്മേനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വർത്താനം പറയുന്നുണ്ട്, ഒപ്പത്തിൽ ചക്ക നന്നാക്കുന്നുണ്ട്, പിന്നെ ചക്ക തിന്നണുണ്ട് അതിനുള്ളിൽ കൂടെ. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ഒരു ലേഹ്യം കൂടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ എല്ലാവരും കഴിക്കാറുള്ള ലേഹ്യമാണ് ഉള്ളി ലേഹ്യം എന്ന് പറയുക. അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്തത്. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളി, നെയ്യ്, എണ്ണ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ തിന്നും. അത് തിന്നണതിൻ്റെ ഒപ്പം തന്നെ ഒരു കട്ടൻ ചായയും കൂട്ടി വെച്ചിട്ടാണ് ഞാൻ തിന്നണത്. ഞാൻ തിന്നാൻ പാടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കട്ടൻ ചായയൊക്കെ കൂട്ടി വെച്ചിട്ട് തിന്നാം. എനിക്ക് എൻ്റെ നെയ്ക്കുത്ത് ചില നേരത്ത് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുക. അപ്പോൾ ദേ നമ്മുടെ ചക്കയ്ക്കുള്ള വിസിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ അത് ശരിക്കും വെന്ത് പോകുമല്ലോ. അപ്പോൾ വിസിലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഈ പോയത് വേപ്പില നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇവിടെ എടുത്തിട്ട് സമയത്താണ് നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് മരത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടാണ് അതിലേക്ക് ഇടണമെങ്കിൽ. അപ്പോൾ അത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഇച്ചിരി കുറച്ച് വെച്ചിട്ടായിരിക്കും പൂവ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പാകത്തിന് ഉപ്പും, കാരണം നമ്മൾ വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇങ്ങനെ മൂക്കുമ്പോൾ ഉപ്പിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളിപ്പോൾ കുറേ ദിവസമായി അടുക്കളയിലൊക്കെ കയറിയിട്ട്, കാരണം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ നെറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തോ ഒരു നമുക്കിങ്ങനെ കൈക്കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ വാരി വിതറിയിട്ടിട്ടേ, ഇപ്പം നമ്മൾ കുറേ ദിവസമായല്ലോ ഭക്ഷണം പാകം ചെയ്തിട്ട്. ഇപ്പോൾ പാകം ചെയ്ത ഭക്ഷണം തിന്നായിരുന്നു കുറച്ച് നാളിരുന്നിട്ട്. ഇപ്പം നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് കയറി. അപ്പോൾ നമുക്കങ്ങനെ കൈപ്പണക്ക് ഇങ്ങനെ വരണമെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇടുമ്പോഴേക്കുന്ന ഒരു പേടി പോലെ, അതൊക്കെ മാറണമെങ്കിൽ ഇച്ചിരി ദിവസത്തോടെയും കഴിയണം. അപ്പോൾ അങ്ങനെ ചക്ക ഒലത്തിയെന്ന് വെച്ചാൽ പല ഭാഷയായിരിക്കും. ചക്ക ഉപ്പേരിയും കട്ടൻ ചായയും നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ ടാറ്റ ബൈ.